രാജകുമാരൻ ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ രാജ്ഞി മരിച്ചതുകൊണ്ടാണ് മുലയൂട്ടുവാനായി ഒരു അമ്മയെ തിരഞ്ഞ് രാജാവ് രാജ്യത്തിലിറങ്ങിയത്. അടുത്തിടെ പ്രസവിച്ച ഒരു സ്ത്രീയെ കണ്ടെത്തുകയും ചെയ്തു. അവരും കുഞ്ഞും രാജകൊട്ടാരത്തിലെത്തി രാജകുമാരന് മുലയൂട്ടാൻ തുടങ്ങി. മുലയൂട്ടൽ കാലം കഴിഞ്ഞപ്പോൾ കൈ നിറയെ സ്വർണവും സമ്മാനങ്ങളും കൊടുത്താണ് രാജാവ് അവരെ തിരിച്ചയച്ചത്. എന്നാൽ ഈ കുഞ്ഞു വളർന്നപ്പോൾ ഈ കിട്ടിയ സമ്മാനങ്ങളെല്ലാം ദുരുപയോഗം ചെയ്ത് നിർധനനായ ഒരു യുവാവായി മാറി. രാജകുമാരനാകട്ടെ ആ രാജ്യത്തിൻ്റെ രാജാവാകുകയും ചെയ്തു. തൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന രാജാവിന് തൻ്റെ ഈ അവസ്ഥയിൽ തന്നെ സഹായിക്കുവാനുള്ള ബാധ്യതയുണ്ടെന്നും താൻ രാജാവിൻ്റെ സഹോദര തുല്യനാണെന്നും രാജകൊട്ടാരത്തിലെത്തി ഈ യുവാവ് രാജാവിനെ അറിയിച്ചു. അവകാശവാദം കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ രാജാവ് അയാളെ സ്വീകരിച്ച് കുറച്ച് ദിവസം രാജകൊട്ടാരത്തിൽ താമസിക്കാൻ അനുവദിച്ചു. രാജകൊട്ടാരത്തിലെ കുറച്ച് ദിവസത്തെ താമസത്തിൽ നിന്നും അയാൾക്ക് മനസ്സിലായി രാജാവിന് ചുറ്റും ഒരുപാട് ബുദ്ധിയുള്ള മന്ത്രിമാരുണ്ട്. അതുകൊണ്ടാണ് രാജാവിൻ്റെ സ്വത്തുക്കൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത്. എനിക്ക് ചുറ്റുമാകട്ടെ ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സ്വത്തുക്കളെല്ലാം നശിച്ചു പോയത്. അതുകൊണ്ട് തന്നെ മടങ്ങാൻ നേരം രാജാവിനോട് അയാൾ ഒരാവശ്യം ഉന്നയിച്ചു. ബുദ്ധിമാന്മാരായ മന്ത്രിമാരിൽ ഒരാളെ എനിക്ക് വിട്ടുതരിക. അങ്ങനെ രാജാവ് മന്ത്രിമാരെ വിളിച്ച് തൻ്റെ സഹോദര തുല്യനായ ആൾ ഉന്നയിച്ച ആവശ്യം പറഞ്ഞ് ഏറ്റവും ബുദ്ധിമാനായ മന്ത്രിയോട് അയാളോടൊപ്പം പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. ഈ വിഡ്ഢിയോടൊപ്പം പുറപ്പെടാൻ മന്ത്രിക്കാകട്ടെ യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ മന്ത്രി പറഞ്ഞു, എങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത സഹോദരനുണ്ട്. ആ സഹോദരനെ ഇദ്ദേഹത്തോടൊപ്പം അയക്കാം. അത് കേട്ടപ്പോൾ യുവാവിനും സന്തോഷമായി. മന്ത്രിക്ക് ഇത്രയും ബുദ്ധിയെങ്കിൽ മൂത്ത സഹോദരൻ അതിനേക്കാൾ കൂടുതൽ ബുദ്ധി ഉണ്ടാകാം എന്നാണ് അയാൾ ചിന്തിച്ചത്. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിയ മന്ത്രി ഒരു കാളയെയും കൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് എത്തിയത്. ഇതാണ് എൻ്റെ മൂത്ത സഹോദരൻ, നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ മന്ത്രി വിവരിച്ചു, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് മുലപ്പാൽ തരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഈ കാളയുടെ അമ്മയായ പശുവിൽ നിന്നാണ് ഞാനും പാല് സ്വീകരിച്ചത്. ഈ കാളയും അതേ സമയം ആ അമ്മയിൽ നിന്നാണ് പാല് കുടിച്ചത്. അതുകൊണ്ട് ഇത് എൻ്റെ സഹോദരനായിട്ട് അംഗീകരിച്ച് താങ്കൾ കൊണ്ടുപോയാലും. പൊള്ളയായ അവകാശവാദങ്ങളുടെ ഒരു മാനമാണ് ഈ കഥയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. നന്ദി.